നമ്മുടെ യുക്തിക്ക് അമിതമായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഇതെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത്. ആ ബുദ്ധി യുക്തി എന്നുള്ളതിന് മുന്നിൽ ഊന്നുന്ന സമയത്ത് അതിനെ നാം ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ള ഞാൻ എന്ന അവസ്ഥ, അഹം എന്നുള്ള അവസ്ഥ, അത് ഒരു വ്യക്തിയുടെ ആകാം, ഒരു സംഘടനയുടെ ആകാം, ഒരു രാഷ്ട്രത്തിന്റെ ആകാം. അങ്ങനെ ഒരു ഫ്രെയിമിലൂടെ നമ്മൾ നിന്ന് നോക്കിക്കണ്ട് അവയെ ബ്രേക്ക് ചെയ്യാതെ നിലനിർത്തിക്കൊണ്ട് ബാക്കി എല്ലാം ശരിയാക്കി എടുക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഇന്നലെ പ്രവർത്തനം സൂചിപ്പിച്ചിരുന്നു. പ്രപഞ്ചത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് സ്ഥിരമായിട്ട് ഒരു മെച്ചപ്പെടുത്തൽ, ഒരു മെച്ചപ്പെടൽ നടത്താവുന്ന, ഒരു മോഡിഫിക്കേഷൻ നടത്താവുന്ന ഒരേ ഒരു ഇടം ഞാൻ എന്നുള്ളത്. നമ്മൾ ഈ മാത്തമാറ്റിക്കൽ തിയറങ്ങളൊക്കെ നമ്മൾ അവതരിപ്പിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ടാണ് വാക്കുകളൊക്കെ മാറ്റി പരീക്ഷണങ്ങൾ മാറ്റുന്നത്. നമ്മളിവിടെ മാറ്റമില്ലാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യം ഞാനെന്നുള്ളത്. എന്നിൽ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ സ്ഥിരമായിട്ട് നിൽക്കുമ്പോൾ ബാക്കി വ്യവസ്ഥ മുഴുവൻ മാറുക എന്നുള്ളതാണ്. ഇവിടെ എന്ത് ചെയ്യുകയാണെങ്കിൽ, സാമൂഹികമായിട്ട് എന്ത് മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം തുടക്കമാകുന്നത്, അവയെല്ലാം നിരീക്ഷിക്കുന്നത്, അവയെല്ലാം പ്രശ്നമാണെന്ന് കരുതുന്നത്, അതിലെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുന്നത് എല്ലാം ഞാനാണ്. ഞാനിൽ നിന്നാണ്. നിരീക്ഷണം എന്നുള്ളത് ഞാനാണ്. പ്രശ്നം ഉണ്ട് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ കുറച്ച് മാറുന്ന നോക്കിയാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ പ്രശ്നം എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ ആൽഗരിതം അറിയാം, പ്രശ്നത്തിന്റെ ആൽഗരിതം അറിയാം. പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം പ്രപഞ്ചത്തിന് ഒരു പൊതു സംവിധാനത്തിന്റെ ഭാഗമായി നടന്നു പോകുന്നത് അത് തെറ്റാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു യുക്തി ഉണ്ടെങ്കിൽ ആ ആൽഗരിതം സൂക്ഷിക്കുന്നത് എവിടെയാണോ അവിടെയാണ് ഈ പ്രശ്നത്തിന്റെ പ്രോഗ്രാമിംഗ്, പ്രശ്നത്തിന്റെ കോഡ് നിലനിൽക്കുന്നത്. അപ്പൊ അവിടെ ഒരു തിരുത്തലിന് നമ്മൾ തയ്യാറാകാതെ, ഞാനും ഒരു തിരുത്തലിന് തയ്യാറാകാതെ, എന്റെ തിരിച്ചറിവിൽ ഒരു തിരുത്തലിന് തയ്യാറാകാതെ ലോകത്തുള്ളത് മുഴുവൻ മാറ്റാൻ ശ്രമിക്കുന്ന നാം എന്ന് പറയുന്നത് മനുഷ്യൻ നവോത്ഥാന പ്രവർത്തകൻ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് ഒന്ന് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നത്തെ വിഷയം സാമൂഹിക നവോത്ഥാന പ്രക്രിയകളിലെ പ്രശ്നം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നത്, പ്രശ്നത്തിന് പരിഹാരമായി നാം മുന്നോട്ട് വയ്ക്കുന്നത്, പരിഹാരമായി നാം അവതരിപ്പിക്കുന്ന പരിപാടികളുടെ സാങ്കേതിക യുക്തിയായി നാം അറിയുന്നതുമൊക്കെ ചില നിയമങ്ങളെയാണ്. ആ നിയമങ്ങൾ എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിത നിയമങ്ങളാകാം, പ്രകൃതിയുടെ നിയമങ്ങളാകാം. മനുഷ്യനിർമ്മിത നിയമങ്ങൾ, മനുഷ്യയുക്തിയാൽ നാം വിരചിക്കുന്ന നിയമങ്ങൾ തന്നെ പോലും പ്രകൃതിയുടെ നിയമങ്ങളാണ്. ഹെൽമറ്റ് ഇടാതെ ബൈക്ക് ഓടിച്ചു പോവുകയാണെങ്കിൽ ഫൈൻ കിട്ടും. അത് ഉൾനാട്ടിലാണെങ്കിൽ പക്ഷെ ഫൈൻ കിട്ടാതെ പോകുന്നതേ ഉള്ളൂ, ഫൈൻ കിട്ടാൻ സാധ്യതയുള്ളൂ. നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ നമുക്ക് ഫൈൻ കിട്ടും. ഉറപ്പുള്ള ഒരു പദത്തിലല്ല നിങ്ങൾ ചാരിയിരിക്കുന്നത്. ആ കസേരയ്ക്ക് ചാരിയിരിക്കുന്ന സ്ഥലത്ത് ഉറപ്പില്ല എങ്കിൽ അവിടെ നിങ്ങൾ ചാരിയിരുന്നാൽ നിങ്ങൾ മറന്നു വീഴും. അതല്ല നിങ്ങൾ ചാരിയിരിക്കുന്നു എങ്കിൽ അതിനേക്കാളും, അതിൻ്റെ താങ്ങലിൻ്റെ ശേഷിയേക്കാളും കൂടുതൽ, അതിനേക്കാളും താരതമ്യേന ഭാരം കുറവായിരിക്കണം. അപ്പം ഇതെല്ലാം പ്രകൃതിയുമാണ്. ചാരിയിരുന്നാൽ വീഴാതിരിക്കുന്നുണ്ടെങ്കിൽ അതിന് ബലം കൂടുതലുണ്ടെന്നും അല്ലെങ്കിൽ ഭാരം കുറവുണ്ടെന്നും ഒക്കെ പറയുന്നത് നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നു. മനുഷ്യനിർമ്മിത നിയമങ്ങളാണെങ്കിലും ശരി, പ്രകൃതിജന്യ നിയമങ്ങളാണെങ്കിലും ശരി, നിയമങ്ങൾ എന്നുള്ളത് ധർമ്മവ്യവസ്ഥയുടെ പ്രതിരൂപങ്ങളാണ്, എടുത്ത് മുമ്പോട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിയമവ്യവസ്ഥ എന്നൊന്ന്, അല്ലെങ്കിൽ ധർമ്മവ്യവസ്ഥ എന്നൊന്ന് നമുക്ക് മുന്നിൽ വെളിപ്പെടുന്നതാണ് നിയമം. നിയമം എവിടെ ലംഘിക്കുന്നു അവിടെ അതിനുള്ള ആഘാതം കിട്ടും. ധർമ്മം ലംഘിക്കുന്നതിനെയാണ് നമ്മൾ പാപമെന്ന്, സിൻ എന്ന് പറയുന്നത്. നമ്മൾ തിയോളജിക്കൊന്നും കയറുന്നില്ല, അതിൻ്റെ ധർമ്മശാസ്ത്രം അനുസരിച്ച് പറയുമ്പോൾ ധർമ്മലംഘനമാണ് പാപം എന്ന് പറയുന്നത്. അപ്പോൾ ധർമ്മം നമ്മൾ എവിടെയൊക്കെ ലംഘിക്കുന്നുണ്ടോ അവിടെയെല്ലാം നമുക്ക് അതിൻ്റെ ആഘാതങ്ങൾ നേരിടേണ്ടി വരും.
അപ്പോൾ നിയമങ്ങൾ പാലിക്കണമെങ്കിൽ നിയമം എന്താണെന്ന് അറിയുക. ജനിച്ച കാലം മുതൽ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഉണ്ണിയുടെ കുഞ്ഞിന് 1 വയസ്സായിട്ടില്ല. രാവിലെ തിന്നുന്നത് ഇഡ്ഡലിയാണ്. പാല് കുടിച്ച് കിട്ടുന്നത്. അത് ഉണ്ണിയുടെ കാര്യം ഞാൻ എടുത്ത് പറയുന്നത്. കാരണം കുറ്റം പറയാൻ കുഞ്ഞിന് പാല് കുടിച്ച് മാത്രം കഴിയേണ്ടുന്ന ഒരു കുഞ്ഞിന് നമ്മൾ കുക്ക് ഫുഡാണ് കൊടുക്കുന്നത്. അതിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ സാമാന്യതയ്ക്കാണ് ശേഷിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ആഹാരങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ ചെറിയൊരു കാലം മുതൽ തന്നെ നമ്മൾ അവരുടെ ഭക്ഷണ രീതിയിൽ, വസ്ത്രധാരണ രീതിയിൽ, പെരുമാറ്റ രീതിയിൽ, കൈകാര്യ രീതിയിൽ ഒക്കെ തന്നെ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊടുത്തുകൊണ്ട് അടവച്ച് രഥമെന്ന സമയത്ത് രഥത്തെ തിരിക്കാനായിട്ടാണ് ഉപയോഗിക്കുന്ന സാധനം അടാന്ന് പറയുന്നത്. ചെറിയൊരു വരക്കഷ്ണം തിരിക്കും. മുൻപോട്ട് കൊണ്ടുവന്ന രഥം അത് ശക്തി വന്ന് തിരിക്കും. അതുപോലെ നാച്ചുറലി റിഥമിക്കായിട്ട് മുമ്പോട്ട് പോകുന്ന ഒരു വസ്തുവിനെ, ഒരു സിസ്റ്റത്തെ അടവച്ചുകൊണ്ട് തിരിക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് സംസ്കാരം. ആ സംസ്കാരം ഉപയോഗിച്ച് നമ്മൾ ആദ്യം അവിടെ പഠിക്കുന്നത് 28ാമത്തെ ദിവസം ആരെങ്കിലും കയറും കെട്ടി പട്ടുകോണ തിരികെ വയ്ക്കാനുള്ള കയറും കെട്ടി നമ്മൾ അവരെ വഴിതിരിക്കുക. അതിനുശേഷം പിന്നെ അവനിലേക്ക് 3 വയസ്സാകുന്നത് വരെയും അതെടുക്കരുത്, ഇതെടുക്കരുത്, അത് ചെയ്യാം, ഇത് ചെയ്യണമെന്നുണ്ട് നമ്മൾ അവൻ്റെ ആ തലയിലേക്ക് പലതരം യുക്തികൾ കേൾക്കുക. അത് കഴിഞ്ഞ് 3ാം ദിവസം നമ്മൾ നടന്നല്ലോ നടന്നെല്ലാം വെച്ചറിയാം അങ്ങ് ഉപേക്ഷിക്കുക. കാരണം ബാക്കി അധ്യാപനം നടത്തുന്നതും കുഞ്ഞിനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതൊക്കെ എവിടെയോ എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുള്ള ആളുകളാണ്. അവരവരുടെ മക്കൾ എന്ത് ചെയ്യുക, അവർ വേറെ നടന്നിട്ടുണ്ടാവും. അങ്ങനെ നടന്നള്ളി നമ്മൾ അവരെ വിദ്യാഭ്യാസത്തിലേക്ക്, സംസ്കാരം, യുക്തി, വിദ്യാഭ്യാസം, ഈ 3 അവന്റെ നൈസർഗിക ശേഷിയെ എന്നേക്കുമായിട്ട് ഇല്ലാതാകും. അങ്ങനെ ഇല്ലാതായി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. അപ്പൊ ഇപ്പൊ നമ്മുടെ യുക്തി കൊണ്ട് നൈസർഗികമായിട്ടുള്ള ശേഷി നഷ്ടപ്പെട്ടിട്ട് അതിന് പകരം നിൽക്കുന്ന ആ യുക്തി കൊണ്ട് നമ്മൾ ഇതിനെ വീണ്ടും വിശകലനം ചെയ്ത് എവിടെയായിരുന്നു പ്രശ്നം എന്നുള്ളത് അന്വേഷിക്കും. അതാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത സമയത്ത് കുറച്ചെങ്കിലും ആളുകൾ ഇതിനെ ഇങ്ങനെയാണോ വീക്ഷിക്കേണ്ടത്, സമഗ്രമായി കാണേണ്ടതില്ലേ എന്നുള്ളൊരു അന്വേഷണം അപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ട ആ നൈസർഗിക ശേഷി കൊണ്ട് നമുക്ക് ബോധ്യപ്പെടാവുന്ന ചില കാര്യങ്ങൾ അനാദികാലം മുതൽ തന്നെ മഹത്തുക്കളായിട്ടുള്ള ആളുകൾ, ഋഷിവര്യന്മാർ, ആധുനിക കാലത്ത് ശാസ്ത്രകാരന്മാർ ഇത് കണ്ടെത്തി വെച്ചു. ശാസ്ത്രകാരന്മാരെന്ന് പറയുമ്പോൾ ശാസ്ത്രത്തിന്റെ വഴിയിൽ യാത്ര ചെയ്യുന്നവരെന്ന് പറയുമ്പോൾ സാങ്കേതിക ശാസ്ത്രത്തിന്റെ പുറകെ നടക്കുന്നവരോ സാങ്കേതിക ശാസ്ത്രത്തിന്റെ പ്രായോക്താക്കളെ കുറിച്ചല്ല പറയുന്നത്. സത്യാന്വേഷണം നടത്തുന്നവരെയാണ് ശാസ്ത്ര വിശ്വാസം, ശാസ്ത്രാന്വേഷണം നടത്തുന്നത്. സത്യാന്വേഷണം നടത്തുന്നത് ആരാണ്? അവർ തെറ്റ് പറ്റാം, അബദ്ധങ്ങൾ പറ്റാം, പക്ഷെ ശരികളിൽ നിന്നും ശരികളിലേക്ക് യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ആധുനിക ശാസ്ത്രം പ്രാപഞ്ചിക വിന്യാസത്തെ കൃത്യമായി കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ 150 വർഷത്തെ ശാസ്ത്ര വികാസം, ന്യൂട്ടോണിയൻ ഭൗതികത്തിന് ശേഷമുള്ള ശാസ്ത്ര വികാസം എന്ന് പറയുന്നത് പ്രാപഞ്ചിക സംവിധാനം എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, അതിന് മനുഷ്യന്റെ തിങ്കിങ് പവർ എന്നുള്ളത് എന്താണ്, അവന്റെ കോൺഷ്യസ്നെസിന്റെ ലെവലുകൾ എന്തൊക്കെയാണ്, അവന്റെ ശരീരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിച്ച് അതിന് കുറെ വ്യക്തതകൾ വരുത്താൻ വേണ്ടി എവിടെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള വ്യക്തതകൾ വരുത്താൻ വേണ്ടി അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ MS സ്വാമിനാഥനെ പോലെയുള്ള കുറച്ച് ആളുകൾ ഇവിടെ എല്ലാവർക്കും പട്ടിണിയാണ്, ഭാരതം പോലുള്ള രാജ്യങ്ങളിലൊക്കെ പട്ടിണിയാണ്. അപ്പോൾ പട്ടിണി മാറ്റാൻ നമുക്കുള്ള ഒരേ ഒരു മാർഗം ഹരിത വിപ്ലവമാണ് എന്ന പേരിൽ വെടിമരുന്ന് ശാലകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ സാധനങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ കൊണ്ട് ഡംപ് ചെയ്യുന്നു. അതിനുശേഷം കുറേയേറെ കരാറുകൾ പലപ്പോഴായിട്ടുണ്ടാകും. ആ പലതരം കരാറുകളിലൂടെ വൈദേശികമെന്ന് നാം കരുതിയിരുന്ന പലതും നമ്മുടെ നാടിന്റെ ഭാഗമാകുന്നു. നമ്മുടെ സംസ്കാരവും നമ്മുടെ രീതികളും നമ്മുടെ മണ്ണിന്റെ നാട്ടറിവുകളും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ട് നമുക്കിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലേക്ക് എത്തുന്നത്. ഒടുവിൽ നമ്മൾ എപ്പോഴോ ഒരു തിരിച്ചറിവിൽ നമ്മൾ പറയണം, നമ്മൾ ജൈവജീവനത്തിലേക്ക് തിരിക്കും. റേച്ചൽ കാസൽ സൈലൻസ് എന്നുള്ള പുസ്തകം എഴുതി കഴിഞ്ഞിട്ടാണ് പാരിസ്ഥിതിക രംഗത്തുള്ള അപജയങ്ങളെ കുറിച്ച് ലോകം ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. അപ്പോൾ പരിസ്ഥിതിയുടെ പ്രശ്നങ്ങൾ മാറ്റണമെങ്കിൽ നമ്മൾ ശക്തമായി പ്രതിഷേധിക്കേണ്ടതുണ്ട്, ശക്തമായി പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുള്ള പേരിൽ
60കളുടെ അവസാനത്തിലൊക്കെ ലോകമെങ്ങും പാരിസ്ഥിതിക പ്രശ്നങ്ങളോട് പ്രതികരിച്ചുകൊണ്ട് ഒരുപാട് സാമൂഹ്യ പ്രവർത്തകർ മുൻപോട്ടിറങ്ങി. കാരണം സാമൂഹികമായിട്ട് മാറ്റം വേണ്ട ആവശ്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ അതിനോട് പ്രതിരോധിച്ചുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് കവിതകൾ എഴുതി, ചിത്രം വരച്ച്, മുദ്രാവാക്യം വിളിച്ചു, സമരം ചെയ്തു നാം പലരും മുമ്പോട്ട് പോകും. അങ്ങനെ ഒരു 5ഓളം വർഷങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ സാമൂഹികമായ കാലുഷ്യം കുറയുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞ ജെയിംസ് ലവ്ലോക്ക്, അതുപോലെ തന്നെ ആർനെ നായസ് പോലുള്ള ശാസ്ത്രകാരന്മാരും ഫിലോസഫേഴ്സും ഒക്കെ ഇതിലെവിടെയാണ് പ്രശ്നം എന്നുള്ളത് അന്വേഷിച്ച് അന്നേ തുടങ്ങി. ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു വേർതിരിഞ്ഞ ഒരു വഴിയായിട്ട് ഡെവലപ്പ് ചെയ്ത് വന്ന ഒരു ശാസ്ത്ര ശാഖയാണ് ഡീപ് ഇക്കോളജി. അന്ന് അത് പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ ഒരു ഓപ്ഷൂട്ട് ആയിരുന്നെങ്കിൽ ഇന്ന് ജീവിതത്തിന്റെ സമസ്ത മേഖലകളിൽ ആരോഗ്യം, കൃഷി, വിദ്യാഭ്യാസം, ചികിത്സ, സംസ്കാരം തുടങ്ങിയുള്ള സർവ്വ മേഖലകളിലെയും അവസ്ഥകളെ വിശകലനം ചെയ്യാനും എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു, ഇതിന് പരിഹാരം എന്തായിരിക്കും എന്നുള്ളത് ഡിഫൈൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറി. ആ മേഖലയിൽ അനൗപചാരികമായിട്ട് പഠനങ്ങൾ നടത്തുന്ന, പ്രചാരണങ്ങൾ നടത്തുന്ന ഒരാളാണ്. അതുകൊണ്ട് ഡീപ് ഇക്കോളജി എന്നുള്ള വിഷയത്തെ ആധാരമാക്കി 3-4 കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഡീപ് ഇക്കോളജി എന്ന് പറയുമ്പോൾ ഡീപ്പ് അല്ലാത്ത ഇക്കോളജി ഉണ്ട് എന്നും വ്യക്തമാണ്. ഡീപ്പ് അല്ലാത്ത ഉപരിപ്ലവമായിട്ടുള്ള ഇക്കോളജിക്കൽ വീക്ഷണത്തെയാണ് ഷാലോ ഇക്കോളജി അല്ലെങ്കിൽ ഉപരിപ്ലവമായ ശാസ്ത്രം പറയുന്നത്. നമ്മുടെ ഇവിടെ പരിസ്ഥിതിക്ക് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് നാമെല്ലാം മരം നടണം. പക്ഷേ ഫേസ്ബുക്കിൽ എൻ്റെ പോസ്റ്റുകളിൽ ചിലർ കണ്ടിട്ടുണ്ടാവും. മരം നടുന്നതിലൂടെ നാം ശരിയായ വിധം പ്രകൃതിയെ കളിയാക്കണം. പ്രകൃതിക്ക് ശേഷിയില്ലാത്ത ഒരു കാര്യത്തിനാണ് നാം അത് ചെയ്യുന്നത്. ഞാനിത് ചിന്തിക്കാനും നിങ്ങളുടെ ചിന്തയെ പ്രക്ഷാളനം ചെയ്യാനും ചില പോയിന്റുകൾ ഇട്ടതുകൊണ്ട് ഞാൻ അത് മുഴുവിപ്പിക്കുന്നില്ല. കാരണം ചർച്ചകൾ ഉണ്ടാവുകയാണെങ്കിൽ അപ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അസ്വസ്ഥതയായി കേൾക്കണം. മരം നടേണ്ടതുണ്ട്, പരിസ്ഥിതി പ്രവർത്തനം നടത്തേണ്ടതുണ്ട് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ ഈ ഒരു മേഖല പ്രപഞ്ചത്തെ വീക്ഷിക്കുന്നത് ആധുനിക ശാസ്ത്രം അല്ലെങ്കിൽ കോൺഫിസിന്റെ ഭൗതികത്തിൻ്റെ ഡെവലപ്മെന്റോടുകൂടി ലോകത്തെ വീക്ഷിച്ചു തുടങ്ങുന്നത് കൂടുകളാണ്. കൂടുന്ന ചെറിയാണ് കവർ പ്ലാസ്റ്റിക് കൂടുതൽ പറയാം, അല്ലെങ്കിൽ കിളിക്കൂടെന്ന് പറയുന്നത് അറിയാം. എന്താണ് കൂടെന്ന് പറയുന്നത്? കൂടെന്ന് പറയുന്നത് ഒരു വസ്തുവിന്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്, അത് പുറത്തുള്ള ഒരു ഷെല്ലാണ്. നമ്മളിപ്പോൾ ഈ കെട്ടിടത്തിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഈ കെട്ടിടം നമുക്കൊരു കൂടാണ്. പ്രാപഞ്ചികമായിട്ടുള്ള മുഴുവൻ വസ്തുക്കളും കൂടുകളായിരുന്നു. നാം മനുഷ്യരാശി എന്ന കൂടിനകത്താണ്. മനുഷ്യരാശികളിൽ നാം കുടുംബം എന്നൊരു കൂടിനകത്താണ്. കുടുംബം എന്നുള്ളത് ഒരു സമൂഹം, ഒരു പ്രത്യേക പ്രദേശത്തെ ജനത എന്നുള്ള കൂടിനകത്താണ്. അത് മനുഷ്യരാശിക്കകത്താണ് ജീവിക്കുന്നത്. അത് ജീവരാശിക്കകത്താണ് ജീവിക്കുന്നത്. മനുഷ്യരാശി ജീവരാശിക്കകത്താണ് ജീവിക്കുന്നത്. അത് ഭൂമി എന്നുള്ള ഗോളത്തിനകത്താണ് ജീവിക്കുന്നത്. ഭൂമി എന്നുള്ള ഗോളം സൗരയൂഥത്തിനകത്താണ് ജീവിക്കുന്നത്. സൗരയൂഥം മിൽക്കി വേക്കകത്താണ് ജീവിക്കുന്നത്. അങ്ങനെ പ്രപഞ്ചം വരെ നമുക്ക് അന്വേഷിക്കുന്നുണ്ട്. ഞാനെന്നുള്ള വ്യക്തി എടുക്കുന്നത്, ഞാനെന്നുള്ളത് എൻ്റെ കുറേ അവയവങ്ങളുടെ കൂട്ടായ്മ, അല്ലെങ്കിൽ ഞാനെന്നുള്ള ശരീരത്തിനകത്താണ് എൻ്റെ അവയവങ്ങൾ. അവയവങ്ങൾക്കകത്ത് കലകളുണ്ട്. കലകൾക്കകത്ത് കോശങ്ങളുണ്ട്, കോശാന്തര ദ്രവങ്ങളുണ്ട്, അവയ്ക്കകത്ത് മൂലകങ്ങളുണ്ട്, അവയ്ക്കകത്ത് ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂട്രോണുകളും, അവയ്ക്കകത്ത് വാക്കുകളുണ്ട്, അവയ്ക്കകത്ത് മാസീവായിട്ട് എനർജി, ഊർജം. ആ ഊർജമാണ് ഈ ദ്രവ്യ വിന്യാസമായിട്ട് നമുക്ക് കാണുന്നത്. അങ്ങനെ കൂടുകൾക്കകത്ത് നിൽക്കുന്ന ഒരു വിന്യാസക്രമം. അങ്ങനെ നിൽക്കുന്ന ഏതൊരു കൂടിനെ എടുത്താലും ആ കൂടെന്ന് പറയുന്നത് ഒരു കൂട്ടം ഉപകൂടുകളുടെ
കൂട്ടായ്മയിൽ ഒരു വലിയ കൂടിന്റെ ഭാഗവും ഈ കൂടുകളെല്ലാം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടേ ആശയവിനിമയം നടത്തിക്കൊണ്ടേ. ഇതിലെ ഏത് കൂടിനെ എടുത്താലും നമുക്കതിനെ പറയാൻ പറ്റുന്ന മറ്റൊരു പദമുണ്ട്. അത് ഒരുപക്ഷെ വളരെ പോപ്പുലറായിരിക്കും. സിസ്റ്റം അല്ലെങ്കിൽ വ്യവസ്ഥ. കോൺഗ്രസിന്റെ ആധുനിക പഠനങ്ങളിൽ സിസ്റ്റമിക് തിങ്കിങ് എന്നുള്ള ഒരു വീക്ഷണശാസ്ത്രം തന്നെയാണ്. എല്ലാത്തിനും വ്യവസ്ഥകളെല്ലാം കൂടായ്മകളും വ്യവസ്ഥകളെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. വ്യവസ്ഥകളെല്ലാം വെളിയിൽ നിന്ന് സ്വീകരിക്കുകയും വെളിയിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. വ്യവസ്ഥകളെല്ലാം അകം വ്യവസ്ഥയും പുറം വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വ്യവസ്ഥകളെല്ലാം ചാക്രികത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. വ്യവസ്ഥകളെല്ലാം അതിൻ്റെ പ്രക്ഷുബ്ധമായ അവസ്ഥയിൽ നിന്നും എപ്പോൾ വിശ്രമത്തിലേക്ക് നീങ്ങുന്നു അപ്പോൾ അത് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നു. ക്ലിയർസ് വ്യവസ്ഥകൾക്ക് ഒട്ടേറെ നിയമങ്ങളുണ്ട്. ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇവയൊന്നും മനസ്സിലാക്കുക, ഈ വ്യവസ്ഥാവിന്യാസത്തെ മനസ്സിലാക്കുക, അതിനൊരു വ്യവസ്ഥയായ സാമൂഹ്യ സംവിധാനത്തെ നന്നാക്കാൻ തിരുത്താൻ നടക്കുന്നത് നാം ചെയ്യുന്നതെല്ലാം ആഴ്ചയായി പോകുന്നതിലേക്ക് സംശയമാണ്. ഞാൻ വിഷയത്തിലേക്ക് ഇതിനു മുമ്പ് കടന്നില്ല. നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വഴിയാണ് ഞാൻ പോകുന്നത്. ഒരുപക്ഷെ എനിക്കുള്ള സമയം കഴിഞ്ഞിട്ട് ഇല്ലെങ്കിൽ അപ്പൊ അങ്ങനെയാണ് ഞാൻ വിഷയത്തിന്റെ അവതരണം ഞാൻ നിർത്തുന്നു. ഈ അരമണിക്കൂർ എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് സെഷനാണ് മുമ്പോട്ട് പോകുന്നത്. ഇപ്പോൾ പറഞ്ഞു നിർത്തിയ വിഷയങ്ങളുമായിട്ട് ചോദ്യങ്ങളുണ്ട്. കാരണം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഒന്നും നടക്കില്ല. നമുക്ക് നിങ്ങൾ എവിടെയിരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ നിന്ന് ആലോചനകളുണ്ടാകും, അന്വേഷണങ്ങളുണ്ടാകും, വിമർശനങ്ങളുണ്ടാകും. എങ്കിലാണ് ക്ലാരിറ്റി ഉണ്ടാകുന്നത്. ഞാനിതൊരു ചിന്തിക്കാനുള്ള ഒരു ചെറിയ ഫ്രെയിം മാത്രമാണ് തന്നത്. ഇത് നമുക്ക് ചർച്ചകളിലൂടെ മുന്നോട്ട് പറയാനുള്ള പറയാം. മരങ്ങൾ നടന്നതിനെ കുറിച്ച് അതൊന്നും വെച്ചിട്ടില്ല. മരങ്ങൾ നടേണ്ടതില്ല, അത് പ്രകൃതി വിരുദ്ധമാണ്, അല്ല പ്രകൃതിയുടെ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണെന്നാണ് പറഞ്ഞ് ഞാനും അത് അംഗീകരിക്കുന്നു. കാരണം എന്താ വെച്ചാൽ സ്വാഭാവികമായി പ്രകൃതി തന്നെ എതിരെ സൃഷ്ടിക്കുന്നതാണ്, നിലനിർത്തുന്നതും പ്രകൃതിയുടെ കാണുന്നത്. പക്ഷെ മനുഷ്യനെതിരെ നഷ്ടപ്പെടുത്തി സമ്പൂർണ്ണമായി അല്ലെങ്കിൽ ഭാഗികമായി നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് പുനഃസൃഷ്ടിക്കണമെങ്കിൽ പ്രകൃതി വലിയ കാലതാമസം നമുക്ക് മനുഷ്യന്റെ നിലനിൽപ്പിന് ഇത് നമ്മൾ പുനഃസൃഷ്ടിക്കേണ്ട ആവശ്യമായി വരുമ്പോൾ നമ്മളത് കൃത്രിമമായി പുനഃസൃഷ്ടിക്കുന്നത് കുഴപ്പമില്ല എന്നുള്ള എന്നെ ചോദിച്ചു. ഈ ഒരു അന്വേഷണത്തിൽ ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ നാട്ടിലെ ബാലൻ ക്ഷമത്രാവാണൊക്കെ തന്നെ ബാലനെ കുറിച്ച് കേട്ടിട്ടുള്ളൂ. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ അവസ്ഥയാണ് അദ്ദേഹത്തെ പ്രകൃതി നിയോഗിച്ചതുപോലെ കളിയാക്കല്ല, വളരെ ന്യായമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഞങ്ങളുടെ നാട്ടിലെ കേരൻ എന്ന് പറയുന്ന ഒരു വികലാംഗൻ ലോട്ടറി വിൽപ്പാണ്. തെരുവുകളിലെ ലോട്ടറി കടകളിലൊക്കെ അയാൾ റോഡ് സൈഡിൽ ആരെങ്കിലും തണ്ണിമത്തൻ്റെ കുരുവോ മുളച്ച് നിന്നതിൻ്റെ കുരുവൊക്കെ കളക്ട് ചെയ്യും. എന്തൊക്കെയാണ് മുളപ്പിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് എവിടെയെങ്കിലും അല്ലേ ഭാഗ്യങ്ങൾ അതും കളിയാക്കാനായിട്ട് തോന്നുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള ഹൈസ്കൂളിൽ എല്ലാ വർഷവും ഒരേ സ്ഥലത്ത് മാറ്റുള്ള പരിസ്ഥിതി. അതാ പറഞ്ഞത്. ഈ ഒരു രണ്ട് ആസ്പെക്ട് വെച്ച് നോക്കണം, രണ്ട് സൈഡ് വെച്ച് നോക്കണം. ചിന്തിപ്പിക്കാൻ വേണ്ടി അപ്പോ കേരളം എന്ന് പറയുന്ന ഒരാള് മരം വയ്ക്കുകയോ ചെടികൾ നട്ടുപിടിപ്പിക്കുകയോ ചെയ്യുന്നത് ഒരു കിളി വിത്ത് മുളപ്പിക്കാൻ ഒരു വിത്തോ അല്ലെങ്കിൽ ഒരു ഫലമോ കൊണ്ട് പറന്നു പോകുന്നതിന് തുല്യമാണ്. അയാൾ ധർമ്മത്തിന്റെ ഭാഗമായി ചെയ്യുന്നു, അയാളൊരു പാഷനായിട്ട് ചെയ്യുന്നതാണ്. അതേസമയം ജൂൺ 5-ാം തീയതി UP സ്കൂളിൽ സ്ഥിരമായി ഒരിടത്ത് മരം വയ്ക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥ ആലോചിച്ചു. അതുപോലെ ഒരുപാട് പേര് ആ ദിവസം മരങ്ങൾ വിഷതൈകൾ കൊണ്ടുപോകുന്നു, മരണങ്ങളിൽ നടാൻ ശ്രമിക്കുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഷാജഹാൻ ഡോക്ടർ ഡ്രൈവറാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പരിപാടി
എവിടെയെങ്കിലും മരങ്ങളില്ലായ്ക തോന്നിക്കഴിഞ്ഞാൽ പുള്ളി അവിടെ വണ്ടി നിർത്തി, ചെറിയ കൈക്കോട്ടൊക്കെ വണ്ടി നിർത്തി, ചെറിയ പാക്കറ്റുകളുണ്ടാവും വണ്ടിയിൽ, ചെറിയ കുക്കിയതല്ല. അങ്ങനെ ആ സമയത്ത് ഞങ്ങൾക്ക് വലിയ പരിചയമില്ല. നമ്മുടെ കൂട്ടത്തിലേക്ക് വന്നതിന് ശേഷം പുള്ളി ഞങ്ങളെ അന്വേഷിച്ച് വരാനുള്ള കാരണം എന്താ വെച്ചാൽ പുള്ളി മരം വെച്ച് പോകുന്നുണ്ട്. പോകുന്നതിന് പിറ്റേ ദിവസം ഇതെല്ലാം നഷ്ടമാകുന്നുണ്ട്. അപ്പോൾ ഈ നഷ്ടപ്പെടുന്ന ആ വൃക്ഷതൈകൾ നഷ്ടപ്പെടാതിരിക്കാൻ എന്താണ് ചെയ്യുന്നത്? ഒരു ചെറിയ ഫെൻസിങ് കൊടുക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന എൻവയോൺമെന്റ് ഓർഗനൈസേഷൻ പോലും അറിയാമോ? നമ്മുടെ ക്ലാസ്സിൽ മരം വെക്കുന്ന പരിപാടി, അതിന് വേറെ പരിപാടികൾ. ഫെൻസിങ് മനുഷ്യന്റെ കാൽപ്പാടുകൾ ഇല്ലാത്ത ഭാഗത്ത്, മനുഷ്യന്റെ കൈകൾ എത്താത്ത ഭാഗത്ത് അവിടെ എന്ത് വരണമെന്ന് പ്രകൃതിക്കറിയാം. നിങ്ങളുടെ വീടിന്റെ മുറ്റം അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്നിരിക്കില്ല, പുല്ല് മുളയ്ക്കില്ല. 4 ദിവസം മറന്നു കഴിഞ്ഞാൽ അവിടെ ചെടികളും ഒക്കെ മറ്റേ കരിയിലകളൊക്കെ വന്ന് വീഴും. ഒരു സീസൺ അങ്ങോട്ട് കിടന്നാൽ അവിടെ ചെടികൾ കുറച്ചില്ല. ഷേവ് ചെയ്ത രോഗം പറ്റുന്ന ശരീരത്തിനറിയാം. നട്ടുപിടിപ്പിക്കുന്ന ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഈ കിളികളും ജീവികളൊക്കെ ചെയ്യുന്നത് ആ പാഷനോട് കൂടി, ആ ഒരു ഇന്റിമസിയോട് കൂടി ചെയ്യുന്നവരെ നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ പോകും. കേരളത്തിന്റെ കാര്യമാണ് ശരി, വിശ്വമിത്ര ബാലേട്ടന്റെ കാര്യത്തിലാണ് ശരി, അതവിടെ സംഭവിക്കും. അതേസമയം പരിഷ്കാരികളായിട്ടുള്ള മരം വെച്ച് പിടിപ്പിക്കാൻ പറ്റും. അത് അവകാശതയാണ്. മറ്റൊന്ന്, മനുഷ്യന്റെ മനസ്സിലെ വിഭാവനമെന്നോ അതാണ് പറയുന്നത്. ഒരു വ്യക്തിയുടെ മനസ്സിലെ വിഭാവനമെന്നോ എങ്ങനെയാണ് വിഭാവനം ചെയ്തത് അതാണ് ഇയാളുടെ ഇപ്പുറത്തേക്ക് നടക്കുന്നത്. മനുഷ്യന്റെ കാര്യത്തിൽ എല്ലാ ജീവജാലങ്ങളുടെയും സംവിധാനം എങ്ങനെയാണ്? ഇവിടെ നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞു, ഉറങ്ങുന്ന സമയത്ത് സ്വപ്നം കാണുന്നത് ഉണർന്നിരിക്കുമ്പോൾ ഉറങ്ങാൻ പറ്റാത്ത രീതിയിൽ നമ്മളിലേക്ക് സ്വപ്നങ്ങളായി വരുന്നത് അത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക, അത് സംഭവിക്കുന്നു. ചേരന്മാരുടെയും ചോളന്മാരുടെയും കാലത്ത് നവനാഗരികത നമ്മുടെ നാട്ടിൽ വല്ലാതെ താഴ്ച വന്നു. തമിഴ്നാട്ടില് ഇതേനെ മുഴുവൻ നീക്കിപ്പോകാനുള്ള കൃഷിയിടങ്ങളുണ്ടായി. കൃഷി ഇടത്തിൽ പണി ചെയ്ത് താഴ്ന്നു വരുന്ന സമയത്ത് കഞ്ഞി കുടിക്കാൻ അല്ലെങ്കിൽ കൂള് കുടിക്കാൻ ഇരിക്കാൻ ഒരു വേപ്പിൻ തൈയുടെ തണൽ ആവശ്യമായിരുന്നു. ആ വേപ്പിൻ തൈ മാത്രമേ ഇന്നും തമിഴ്നാട്ടിലുള്ളൂ. അത് വ്യാപിച്ചാണ് ഞങ്ങളുടെ നാട്ടിൽ പാലക്കാടൊക്കെ വയലുകളിൽ ഇങ്ങനെ നിരന്നു വന്നത്. അവിടെയെല്ലാം മരുഭൂമികളാണ്. അപ്പോ അവിടെ ഒരു വീടിന്റെ മുറ്റത്ത് ഒരു ചെടി വളർന്നു കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കൈക്കോട്ടെടുത്ത് അത് വെട്ടിക്കളയും, ചെത്തിക്കളയും. കാരണം അത് ഉണ്ടായി കഴിഞ്ഞാൽ വൃത്തിഹീനമാണ്, മോശമാണ് എന്നാണ് നാം കരുതുന്നത്. എന്നിട്ടോ നമ്മളൊരു ചെറിയ പറ കെട്ടി അതിനകത്ത് കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോ നമ്മുടെ മനസ്സിലെ വിഭാവനം എന്താണ്? ഒരു അലങ്കാര വസ്തുവാണ് സൃഷ്ടി. മണ്ണിന്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് ഒരു കനേഡിയൻ സ്ത്രീ നമ്മൾ ഇവിടെ എൻവയോൺമെന്റൽ ആക്ടിവിസം നടത്തുന്നു അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എംബെഡഡ് എൻവയോൺമെന്റൽസ് ഉള്ള ആളുകളല്ലേ നമുക്ക് കോലപ്പെടുന്നു, വീട്ടിൽ നിന്ന് ഇറങ്ങി മുറ്റത്തേക്ക് ഇറങ്ങുന്നു, നിങ്ങൾ എപ്പോഴും പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ലേ ഇരിക്കുന്നത്. അതല്ല നമ്മുടെ പ്രശ്നം. നമ്മൾ മുറ്റത്തേക്ക് ഇറങ്ങുന്നതും കോലപ്പെടുന്നതും തുളസി തറയിൽ നിന്നും ഒരു കതിരെടുത്ത് തലയിൽ വയ്ക്കുന്നതും അല്ല നമ്മുടെ പ്രശ്നം. നമ്മുടെ മനസ്സിൽ നിരന്നു കിടക്കുന്ന, പരന്നു കിടക്കുന്ന, ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളാണ്, മരുഭൂമികളാണ് നമ്മുടെ വിഭാവനം. അത്തരം വിഭാവനമുള്ളപ്പോൾ ഇവിടെ നിങ്ങൾ ആരെത്താണ് മരം വയ്ക്കേണ്ടത്? മണ്ണിലല്ല, മനുഷ്യന്റെ മനസ്സിൽ. അവിടെ നിങ്ങളൊരു കാട് വന്നു, നിങ്ങളൊരു മുട്ട വളർന്നു, ഇന്നാണ് നമ്മൾ ഇത്രയും ശാസ്ത്രീയപരമായി സാങ്കേതികപരമായി പുരോഗമിച്ചു വന്നു. മനുഷ്യൻ ഇന്നാണ് ഒരു ഉപഭോഗ സംസ്കാരം എന്ന് പറയുന്നത് ഇതിലേക്ക് പോയിക്കാണെങ്കിൽ ഈ സംഭവങ്ങൾ. ഇതിനു മുമ്പ് ഇപ്പോൾ സാറിന് പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഒരു കെട്ടിയുണ്ടാക്കി അതിനൊരു പ്രത്യേകം ആരാധനാപരമായ രീതിയിൽ പിന്നെ ഒരു ചെടി ഉണ്ടാക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ന് ഇപ്പോൾ നിലവിലുള്ള വൃക്ഷങ്ങളെല്ലാം തന്നെ കൊടുങ്കാടുകൾ ഇന്ന് കാണുന്ന നമ്മൾ കാണുന്ന ആര്യ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതായിരുന്നു. പിന്നെ എന്തിനേലും ആരാധിക്കുക പൂജിക്കുക, അല്ലാതെ എന്തിലും കല്ലിലും മണ്ണിലും പെണ്ണിലും എല്ലാത്തിലും
മറ്റ് സെമിറ്റിക് മതങ്ങളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദു മതത്തിൻ്റെ ഒരു പ്രത്യേകത എന്തിലും അത് ആത്മീയത കാണുന്നതെന്നുള്ളതാണ്. അങ്ങനെ ഞാൻ വായിച്ചറിഞ്ഞതാണ്, ഞാൻ കണ്ടറിഞ്ഞ അങ്ങനെയുള്ള ഇതിൽ പിന്നെ പണ്ടൊക്കെ ഒരു മരം വയ്ക്കുമ്പോൾ അതിന് പ്രത്യേകം പൂജ നടത്തുന്നു. പിന്നെ അത് പ്രത്യേക പൂജ നടത്തി എന്നിട്ട് മരങ്ങളോട് മരദൈവങ്ങളോട് പറഞ്ഞൊരു കാര്യം നട്ടുപിടിപ്പിച്ച മരങ്ങളായിട്ടില്ലേ നമുക്കിന്ന് തണലായി നമുക്ക് അങ്ങനെ ചെയ്യുന്ന ഒരു ഇന്ന് ഈ മരങ്ങൾ നട്ടുപിടിപ്പിക്കപ്പെടുമ്പോൾ പറഞ്ഞ സാധനങ്ങൾക്ക് വേണ്ടി അവരുടെ കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള നട്ടുപിടിപ്പിക്കുക. അപ്പോൾ അത് ആ സാധനത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ശരിയല്ലേ? നമ്മുടെ പൂർവികന്മാർ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് കല്ലുകൾ കിട്ടി അങ്ങനെ ഉണ്ടാക്കിയ മരങ്ങളെ കയറ്റി വരുന്നു. പക്ഷെ കാടുകളായിട്ട് ഉപഭോഗിക്കാൻ വേണ്ടി നട്ടുപിടിപ്പിക്കുന്നത് കാവായി സംരക്ഷിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസം അവിടെ സ്വാഭാവികമായിട്ടാണ് ഉണ്ടാകുന്നത്. കാവുണ്ടാവുക എന്നുള്ളതാണ് അവരുടെ വിഭാവനം. അവർ നട്ടുപിടിപ്പിക്കുന്നില്ല, നട്ടുപിടിപ്പിച്ചതല്ല. അവർ നൈസർഗികമായിട്ടുള്ള മരങ്ങളെ പ്രൊട്ടക്ട് ചെയ്തതാണ്, നട്ടുപിടിപ്പിച്ചതല്ല. അത് ആ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്തതാണ്. ഇന്നും നിങ്ങളൊരു മരുഭൂമിയാണെങ്കിൽ പോലും ഒരു സെന്റ് സ്ഥലം നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്താൽ മതി. ഇപ്പൊ സാധാരണ മറ്റേ മരനടൽ അത് നിരോധിക്കപ്പെടേണ്ടതല്ല. കാരണം ഈ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മരനടലാണ്. അതെ, ഞാനിപ്പോ പറഞ്ഞ വാചകത്തിലെ മരുഭൂമി എന്ന് പറയുന്നത് രാജസ്ഥാൻ മരുഭൂമി അല്ല നമ്മള് ഞങ്ങളുടെ നാട്ടിലെ പാലക്കാടിന്റെ ഷേപ്പിലുള്ള സ്ഥലങ്ങളൊക്കെ ഫെൻസ് ചെയ്തിട്ടാൽ മതി. അവിടെ മറ്റ് മനുഷ്യരും മറ്റേ മൃഗങ്ങളും കയറാതിരുന്നാൽ മാത്രമേ 2 വർഷം അത് വനത്തിന്റെ രൂപത്തിലേക്ക് മാറി, വനത്തിലേക്ക് നീങ്ങി. ഈ പറഞ്ഞ രീതിയിലല്ലാതെയുള്ള പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ് മരങ്ങളിൽ എന്ന് പറയുന്നതിന് തികഞ്ഞ യുക്തിയുണ്ട്. ഇവിടെ എന്ത് വേണം എന്നുള്ളത് ഭൂമിക്കാണ്. ഭൂമിക്ക് ജീവൻ, ഭൂമിക്ക് ബോധമുണ്ട്. ഭൂമിയെ ഓരോ ദിവസം കഴിയുമ്പോൾ നമ്മുടെ രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ച് ജീവൻ നശിപ്പിച്ചുകൊണ്ട് ഭൂമിയല്ല നശിപ്പിക്കുന്നത്, നമ്മളെ ഭൂമിക്ക് ഇതൊന്നും ഉണ്ടാകാൻ പോകുന്നത്. ഭൂമി നമ്മൾ പുറത്ത് കൊതുവന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഇലകിയിരിക്കില്ലേ? ഇതുപോലെ ഇലകിയിരുന്നാൽ മതി. ഹിമാലയത്തിൽ സംഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടാകുമ്പോൾ ഇലകിയിരിക്കും. ആ ഇലകിയിരിക്കൽ നടക്കും. നമുക്ക് നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് നമ്മളെ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് വേണ്ടത് നല്ല വിഭാവനമാണ്, ഹരിത ചിന്തകളാണ്. കൾട്ടിവേഷൻ നടത്തുന്നത് നമ്മുടെ തലയ്ക്കകത്താണ്, നമ്മുടെ ബോധത്തിലാണ്, നമ്മുടെ സംസ്കാരത്തിലാണ്. അവിടെ മാത്രമാണ് നമ്മൾ അവിടെ ആ ഒരു സംസ്കാരം ഉണ്ടായി കഴിഞ്ഞിരിക്കട്ടെ, അങ്ങനെ ഒരു ആദം ഉണ്ടായി കഴിഞ്ഞിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ കാര്യത്തിലാണ് പാലക്കാട്ടെ കാര്യത്തിലാണ് ചെയ്യുന്നത് ശരിയാണ്. അതല്ലാതെ ചെയ്താൽ അത് ശരിയല്ല, അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ആശയത്തെ ഒരിക്കലും മരങ്ങളെന്നാണല്ല അങ്ങനെ പറഞ്ഞൊരു കാര്യം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്തും? നമുക്ക് മാറി മാറി വരുന്ന ഋതുക്കളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഇപ്പൊ ഭയങ്കരമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കൃത്യമായ സമയങ്ങളിലല്ല ഇപ്പൊ നമ്മുടെ ഋതുക്കൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പറയുന്നത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടത് കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പൊ ആ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ ഇപ്പൊ മരങ്ങളൊക്കെ ഒരുപാട് മുറിച്ചു മാറ്റപ്പെടുന്നുണ്ട്. അപ്പൊ അത് വീണ്ടും അതിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്തണമെങ്കിൽ നമ്മൾ തിരിച്ച് അതിന് പകരം ഒരു മരം മുറിച്ചാൽ പകരം ഒരു മരം വയ്ക്കണം എന്നുള്ള ആ ഒരു ഇതുവഴിയാണ് സന്തുലിതാവസ്ഥ നിലനിർത്താൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. ആ മരം ഇഷ്ടംപോലെ മുറിച്ചു മാറ്റപ്പെടുന്നത് വഴിയാണ് നമ്മളുടെ കാലാവസ്ഥകളിലൊക്കെ പണ്ടുള്ള പോലത്തെ അല്ല ഇപ്പം പല വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പറയണം. അപ്പോൾ മരം വെച്ച് പിടിപ്പിക്കേണ്ട എന്ന് പറയുമ്പോൾ ഈ സന്തുലിതാവസ്ഥ എങ്ങനെ നിലനിർത്താൻ പറ്റും എന്നാണ് ചോദിക്കുന്നത്. ഉത്തരം ഏതാണ്ട് അദ്ദേഹം മുമ്പേ പറഞ്ഞു, ഉപഭോഗ സംസ്കാരമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട്. പിന്നെ ഒരു സ്ഥലത്ത് നമ്മളിങ്ങനെ മരം വയ്ക്കുന്നു, അത് സംരക്ഷിക്കാൻ പറ്റാതെ പോകുന്നു,
വീണ്ടും മരം വയ്ക്കുന്നു. നമ്മളിങ്ങനെ നമ്മുടെ ഓരോ മരം വെട്ടലിനും നമ്മൾ ഓരോ മരം വയ്ക്കുന്നത്, ഓരോ മരം വെട്ടലിനും ഓരോ മരം വയ്ക്കുന്നു. ഒരു മരം വെട്ടി ഒരു മരം വെച്ചു, അടുത്ത മരം വെട്ടി അടുത്ത മരം വെച്ചു, ഈ രണ്ടും പോയി, അവിടെ പോയി. അങ്ങനെ വെച്ചുകൊണ്ടായിരിക്കും. എന്തുകൊണ്ടാണ് നമ്മൾ മനസ്സിൽ മരമില്ലാത്തത്? മനസ്സിൽ മരമുണ്ടാക്കുന്നത് ഈ രണ്ടെണ്ണോ ആ രണ്ടെണ്ണോ അവിടെ നിന്നായിരുന്നു. അതാണ് നമ്മൾ ചെയ്യുന്നത്. അധിവേശം നമ്മുടെ തലയിലാണ് ഉണ്ടാകുന്നത്. പിന്നെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടുകയും ഒരിക്കലും ഉണ്ടാവും. അതല്ലേ ഈ ഇത് മുഴുവൻ ലകിയിരുന്നാൽ നമ്മളാരും ഉണ്ടാവില്ല. പ്രകൃതിക്കല്ല ദോഷം, നമുക്കാണ് ദോഷം. നമ്മൾ നിലനിൽക്കില്ല എന്നുള്ളത് സസ്റ്റൈനബിലിറ്റി പാരഡൈം അനുസരിച്ച് നമുക്കാണ് ദോഷം വരുന്നത്. ഭൂമിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ല. ഭൂമി തിരിച്ച് ഇതൊന്നും വയ്ക്കും, ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങൾ. നമ്മൾ ഭൂമിയുടെ അധിപരാണെന്നും ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നു എന്ന് വിശ്വസിക്കുന്നത് തന്നെ തെറ്റാണ്. ഭൂമിക്ക് അകത്താണ് ഭൂമിക്ക് ജീവനില്ലാതെ കരുതുന്നത് തെറ്റാണ്. ഒരു ജൈവ സംവിധാനത്തിന്റെ ഒരു ഓർഗാനിക് സിസ്റ്റത്തിന് എന്താണോ ഉണ്ടാകുന്നത് ആ എല്ലാ സ്വഭാവവും ഭൂമിക്ക്. റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ജീവികളും ചെയ്യുന്നതല്ല, ഭൂമിയും ചെയ്യുന്നത്. ബാക്കി സ്വയം പരിചരണം, സ്വയം സംരക്ഷണം അല്ലെങ്കിൽ ജൈവ വ്യവസ്ഥ എന്താണ്? പക്ഷേ നമ്മുടെ ആധുനിക സാങ്കേതിക ശാസ്ത്ര ചികിത്സയ്ക്കോ സാങ്കേതിക ശാസ്ത്ര കൃഷിക്കോ ഒക്കെ വിശദീകരിക്കാൻ പറ്റാത്ത പീഠമാണ് എന്താണ് ജീവൻ. സ്വയം നിർദ്ധാരണം ചെയ്യാനുള്ള ശേഷി, സ്വയം സംഘാടനം ചെയ്യാനുള്ള ശേഷി, സ്വയം തിരുത്താനുള്ള ശേഷി, ഇതെല്ലാം ജീവൻ എന്ന് പറയുന്നത്. ആ സ്വഭാവം ഭൂമി തന്നെ ക്ലിയറായി. ഇവിടെ നാം ചെയ്യേണ്ടത് നമ്മുടെ യുക്തി കൊണ്ട് ഇതിനിടയിൽ ഇവിടേക്കാണ് നമ്മൾ അട വെച്ച് വഴി തിരിക്കുന്നത്. അത് നിർത്തി നേരെ പോകാൻ അനുവദിക്കുക, നേരെ പോവുക. Let go and let God. ഓർമ്മ വെച്ചാൽ ജനറേഷൻ ഓപ്പറേഷൻ ഡീജനറേഷൻ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്. അതാണ് ദൈവം. അപ്പോൾ പ്രകൃതിക്ക് സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിട്ടില്ല, നഷ്ടപ്പെടുകയില്ല. സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് നമുക്ക് ജീവിക്കാനുള്ള പശ്ചാത്തലം ഭൂമിയിൽ നിന്ന് നാം ഇല്ലാതാക്കുന്നു. അത് നമ്മളെ ബാധിക്കും, നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും, നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കും. അതുകൊണ്ട് നാം തിരിച്ചു പോകണം. എങ്ങനെ കരനട്ടുകൊണ്ടാണ് ഒരു പുതിയ സംസ്കാരമാണ്, ഒരു പുതിയ ചിന്താപദ്ധതിയാണ്, ഒരു പുതിയ വീക്ഷണമാണ്, ഒരു പുതിയ തിരിച്ചറിവാണ്. ഇവിടുത്തെ പരിസ്ഥിതി പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം തന്നെ ഇതാണ്. നാളെ ഇവിടെ നമ്മുടെ നിലനിൽപ്പിനെ ബാധിക്കും എന്നതുകൊണ്ട് നാം ഇന്ന് മരങ്ങൾ നട്ടുപിടിപ്പിക്കേണ്ടതാണെന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞതുപോലുള്ള ഉപഭോഗ സംസ്കാരത്തിന്റെ ഇക്വേഷനാണ് നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത് അല്ലേ. എനിക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ ഇവിടെ ഒന്നും ചെയ്യുന്നുണ്ട്. പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഇൻട്രിൻസിക് വാല്യൂസ് ഉണ്ട്, അതിൽ ലീനമായിട്ടുള്ള അവയുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട്. അതിന് പകരം നമ്മൾ മാർക്കറ്റ് ഇക്കോണമിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു മൂല്യത്തിലാണ് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും കണക്കാക്കുന്നത്. അവയിൽ ലീനമായിട്ടുള്ള മൂല്യത്തെ അറിയാതെ ഓരോ വ്യക്തിക്കും, ഞാനെന്നുള്ള വ്യക്തിക്ക് എനിക്ക് എന്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം എന്നത് മുഴുവനായിട്ട് അറിയുക എനിക്കാണ്. അത് നിങ്ങൾക്ക് ഒരാൾക്കും എന്ത് മനുഷ്യാവകാശത്തിന്റെ പേരിലാണെങ്കിലും നിങ്ങൾക്ക് അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ അവയുടെ ജീവാവകാശം എന്നുള്ളത് അവയ്ക്കുണ്ട്. അവയെ ചോദ്യം ചെയ്യാൻ നമുക്ക് യാതൊരു കാര്യമില്ല. അവയെ ചോദ്യം ചെയ്തുകൊണ്ട് നാമാണ് ഇത് റീഡിഫൈൻ ചെയ്തത്, നാമാണ് ഇതെല്ലാം പുനഃക്രമീകരിക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ നാം നിൽക്കുമ്പോഴാണ്. അതുകൊണ്ട് പ്രകൃതിയെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമിക്കുന്നത് നമ്മുടെ പശ്ചാത്തലം നഷ്ടപ്പെടാതിരിക്കാൻ. അത് മനസ്സിലാക്കേണ്ടത് ഒരിക്കലും ഞാൻ ഇല്ലാതാകാനുള്ള വഴി ഇല്ലാതിരിക്കാൻ ഞാൻ നാളെ പുതിയൊരു സംവിധാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് പറയാം. ഞാൻ പ്രകൃതിയുടെ തനതായ വഴിയിലൂടെ, സ്വാഭാവികമായ വഴിയിലൂടെ മുൻപോട്ട് പോവുക എന്നത് മാത്രമാണ്. അതിന് നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം വീക്ഷണത്തെയും നമുക്ക് റീഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. ഇത്തരം തൃപ്തികരമായ ഒന്നും എനിക്കറിയില്ല. ഇത്തരം മരം നമ്മൾ നട്ടുപിടിപ്പിക്കുന്നത് പ്രകൃതിയെ കളിയാക്കുന്നതാണ് ആ ചിന്ത ശരിക്കും ഒരു തെറ്റായ സന്ദേശമാണ് നമ്മൾ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ കരുതുന്നു. കാരണം എൻ്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പൂർവികരായിട്ടുള്ള നമ്മുടെ മുൻ തലമുറകൾ
വെച്ച് പിടിപ്പിച്ചാൽ, അത് നമ്മൾക്ക് വേണ്ടി ഭാവി തലമുറയ്ക്ക് വേണ്ടി വെച്ച് പിടിപ്പിച്ചാൽ, വളരെ കരുതലോട് വെച്ച് പിടിപ്പിച്ച ഓരോ മരങ്ങളുടെയും ഫലങ്ങളിൽ നിന്ന് വളർന്നു വലുതായിട്ടുണ്ട്. ആ വളർന്നു വലുതായി നമ്മൾ പറയുന്നു, നാം ചിന്തകളിലാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കേണ്ടത്. ചിന്തകളിൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചെങ്കിൽ നമ്മളൊന്നും ഇന്നിവിടെ ഉണ്ടാകില്ലായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും മരം വെച്ച് പിടിപ്പിക്കുന്നത് ഭൂമിയെ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അതാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ കരുതുന്നത്. കാരണം ഞാൻ എൻ്റെ അപ്പൂപ്പനൊക്കെ വെച്ച് പിടിപ്പിച്ച പ്ലാവും മാവും ഇതിൻ്റെ ചക്ക ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ എൻ്റെ ബാല്യത്തിൽ നമ്മൾ വിശപ്പഴകിയത്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നുകൊണ്ട് എനിക്ക് ഇത് കേൾക്കുമ്പോൾ പൊരുത്തപ്പെടാൻ പറ്റില്ല. ഏതൊക്കെ ന്യായങ്ങൾ നമ്മൾ പറഞ്ഞാലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. ചെയ്യാനുള്ളതാണ് എന്നുള്ളത്. അപ്പം അത് അങ്ങനെ ഒരു സന്ദേശം വരുന്നപ്പോൾ തന്നെ ഈ തലമുറ ശരിയല്ല എന്നുള്ള ഒരു വ്യക്തമായ തിരിച്ചറിവിന്റെ വെളിച്ചത്തിലായിരിക്കും. ചെറുപ്പത്തിന്റെ മുമ്പുള്ള തലമുറ ശരിയായിരുന്നു എന്ന് നമ്മൾ സമ്മതിക്കുന്നത് നമ്മളുടെ സുഖകരമായ ജീവിതാന്തരീക്ഷം ഒരു കാലഘട്ടം വരെയെങ്കിലും നമുക്ക് കീപ്പ് ചെയ്യാനുള്ള ഒരു സാഹചര്യം മുൻ തലമുറ ഉണ്ടാക്കി തന്നതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട്, പൂർണ്ണമായിട്ടുണ്ടെങ്കിലും യോജിച്ചുകൊണ്ട് പറയട്ടെ, നമ്മളിപ്പോൾ ഇന്ന് കഴിക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ ഇന്ന് കഴിക്കുന്ന കായികനികളോ പിന്നെ ഫലവൃക്ഷങ്ങളുടെ ഫലങ്ങളോ ഒന്നും തന്നെ നമ്മൾ നട്ടുണ്ടാക്കിയത് നമ്മുടെ മുൻ തലമുറ കരുതലോടുകൂടി നമ്മുടെ അനന്തര തലമുറയ്ക്ക് എന്ന് പറഞ്ഞ് ചെയ്തു വെച്ചിരുന്നതാണ്. അവര് ഇതായി ഒഴിവായി നട്ടും തൈയായി നട്ട് സംരക്ഷിച്ചു ഒക്കെയാണ്. അത് തന്നെയാണ് ഇപ്പൊ ഇന്നലെ കഴിച്ച പഴവർഗ്ഗങ്ങളായാലും ഇന്ന് നമ്മൾ കഴിച്ച പഴവർഗ്ഗങ്ങളോ പഴമായാലും നമ്മൾ ചെയ്തതല്ല. അപ്പൊ അത് എന്തായാലും ഒരു വലിയൊരു ചൂഷണം നമ്മൾ നടത്തിക്കഴിഞ്ഞു. ഭൂമിയുടെ ഇപ്പൊ നമ്മുടെ ഭക്ത പറഞ്ഞതുപോലെ പിന്നെ എങ്ങനെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ ബാധിക്കുകയും ചെയ്യില്ല, മറ്റൊരു സന്തുലിതാവസ്ഥയുടെ രൂപീകരിക്കുന്നു. അത് ഞാൻ പൂർണ്ണമായിട്ട് അറിഞ്ഞ് ഞാൻ പറഞ്ഞത് ഉൾക്കൊള്ളുന്നു. നമുക്ക് അനുയോജ്യമില്ലാത്ത വേറൊരു സന്തുലിതാവസ്ഥയിൽ ഭൂമി നിലനിൽക്കും. ഇതൊന്നും ഇല്ലാതെ വന്നാൽ അപ്പൊ നമ്മളുടെ ആവശ്യം നമ്മൾക്ക് അനുയോജ്യമായ സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു വലിയ ഭാഗം നമ്മുടെ ഭൂമിയിലെ സന്തുലിതാവസ്ഥ ചൂഷണം ചെയ്തവരാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന തൽക്കാലം എന്തായാലും ഈ പറയുന്ന ഒരു സന്ദേശം ഉൾക്കൊണ്ട് ഈ ഒരു രീതിയിലേക്ക് നമ്മൾ എടുക്കുന്ന അത്രയും കാലതാമസം പോലും എടുക്കാൻ കഴിയാത്ത വിധത്തിൽ പ്രകൃതി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കാരണം നിരന്തരം കൂടുതൽ കിട്ടുമ്പോൾ കിട്ടുന്ന ഒരു പ്രതികരണം വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇത് ഈ ഒരു ചിന്ത മാത്രം മതിയോ അതിനുള്ള പ്രതിവിധി ചൂഷണം എന്തുമാത്രം നടത്തി അത് തിരിച്ചു വെക്കണ്ടേ? അത് തിരിച്ചു വെക്കണമെങ്കിൽ ഇത്തരം നമ്മളുടെ ബോധപൂർവമായ ശ്രമങ്ങൾ കൂടിയാണ് ആവശ്യമുണ്ട്. എൻ്റെ സ്കൂളിലൊക്കെ എല്ലാ പരിസ്ഥിതി ദിനത്തിലും മരം വെക്കണം, മരം നഷ്ടപ്പെടുന്നു എന്നുള്ളത് അത് സ്വാഭാവിക സത്യസന്ധമായ കാര്യം. ഞാനിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഏത് കുട്ടിയാണോ മരം വെക്കണത് അവൻ്റെ പേര് മരത്തിനെടുക്കും. ഇത് നിന്റെ മരമാണ്, നിന്റെ പേരാണ്, നീ വളരണ പോലെയാണ് അത് വളരേണ്ടത്. അത്രയും മാത്രം. ഞാൻ ഒരു പഠിപ്പിക്കപ്പെട്ട ഒരു വർഷമേ ആയിട്ടുള്ളൂ. ആ സ്കൂളില് ഒരു 12 മരം ഇപ്പം സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അത് മറ്റാരും സംരക്ഷിക്കുന്നവർ ഈ കുട്ടി കുഞ്ഞുപോലെ നോക്കുന്നു. അതിന് ഒരു 12,000 പേർക്ക് മനസ്സിലാവുന്ന പരിധിയുള്ള ഒരു സന്ദേശമാണ് ഒരു അധ്യാപിക നിർദ്ദേശിക്ക് 12 മരം ഭൂമിയിൽ സംരക്ഷിക്കപ്പെടാനുള്ള സാധ്യത ഉണ്ടായിട്ടുള്ളത്. ഈ കൊടുത്ത മരങ്ങളിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഉള്ള 40 പേരുണ്ടെങ്കിൽ അതിനകത്ത് എല്ലാവർക്കും മരം കൊടുത്തു. പക്ഷെ അതിനകത്ത് 10 പേര് മരം വീട്ടിൽ സംരക്ഷിക്കുന്നത് ഞാൻ കാണുന്നതാണ്. അത് അവരുടെ ഒരു ഡയറി സൂക്ഷിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞേക്കാൻ നിങ്ങൾ ഇന്ന് തന്നെ എഴുതേണ്ടതോടു എന്നും അതിനകത്ത് സംസാരിച്ചു, അനിയത്തിന്ന് വിളിച്ചു, നിങ്ങൾ അതിനകത്ത് കാര്യം ഇതിൻ്റെ ഇല വന്നോന്ന് ചോദിക്കുന്നെങ്കിൽ ദിവസവും കാര്യം വിളിക്കണം, പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് കാര്യങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നു. അത് രസകരമായി സ്വന്തം ആളിൻ്റെ എൻ്റെ വീട്ടിലുള്ള ഒരു അംഗത്തിനെ
തീരാറായപ്പോഴാണ്. അതുകൊണ്ട് ആദ്യം അവരുടെ ചിന്തകളെ അത് മാറ്റണം, കാഴ്ചപ്പാടിനെ മാറ്റണം. അതിനനുസരിച്ച് ഉപഭോഗം മാത്രം നമ്മൾ അല്ലെങ്കിൽ അങ്ങനെ ചൂഷണം മാത്രം നമ്മൾ കരുതാതെ നമ്മുടെ ചിന്താഗതി മാറ്റണം എന്നാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഈ സന്തോഷത്തിന് മറുപടിയോട് കൂടി നമ്മുടെ ഈ ചോദ്യത്തിൻ്റെ അവസാനിക്കുകയാണ്. മൂന്നാല് ചോദ്യം ചോദിക്കുന്നത് സന്തോഷ് പറഞ്ഞത് എനിക്കും ഞാൻ മനസ്സിലാക്കിയതെന്താണെന്ന് നമ്മൾ എന്ത് ചെയ്തു അതിനകത്ത് ധാർമ്മികത ഒരു സമർപ്പണമാണ്. ആ അർത്ഥത്തിൽ മഴ നടക്കുന്നത് ഗുണപരമാണ്. അതിൻ്റെ ഉദാഹരണങ്ങളും അദ്ദേഹം പറഞ്ഞു. പിന്നെ നമ്മുടെ കുറേ സുഹൃത്ത് ചോദിച്ചത് അത് നമ്മുടെ ഭക്ഷ്യവിഭവങ്ങളുമായി അല്ല ഭക്ഷ്യശേഖരണവുമായി നടന്ന മരങ്ങളും പ്രകൃതിയെ നിലനിർത്താൻ വേണ്ടി അല്ല പ്രകൃതിയുടെ സംരക്ഷണാർത്ഥം നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടി പ്രകൃതി സ്വാഭാവികമായി നമുക്ക് നൽകുന്ന സംഗതികളെ നമ്മൾ കൃത്യമായി നിർമ്മിക്കുന്നത് തമ്മിലുള്ള വ്യത്യാസമാണ് സന്തോഷിച്ച് പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിക്കും അതിനകത്തെ അതിനൊരു ധാർമ്മിക വശമുണ്ട്. എന്തിനും മരം നമ്മൾ നടണം എന്നുള്ള ചോദ്യമുണ്ട്. അപ്പം ആ നിലയിൽ അത് കാണാൻ രണ്ട് ഭക്ഷ്യവിഭവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള നമ്മുടെ പ്ലാവും മാവും നടുന്നതും സ്വാഭാവികമായി പ്രകൃതി വേണ്ട പ്രകൃതി തന്നെ സൃഷ്ടിക്കുന്ന മരങ്ങളെ നമ്മൾ കൃത്യമായി നടുന്നതും തമ്മിലുള്ള വ്യത്യാസം അതിനെക്കുറിച്ച് ഈ ചർച്ചയിലുള്ളവർക്ക് മനസ്സിലായില്ല എന്നുള്ളതുകൊണ്ട് ഇതൊന്ന് വിശദീകരിച്ചിട്ട് ഇത് അവസാനിപ്പിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ചർച്ച ഇപ്പോൾ പരിസ്ഥിതി പ്രശ്നം, ചൂഷണം, പ്രകൃതിയുടെ പ്രശ്നങ്ങളിലേക്കെല്ലാം ഇങ്ങനെ വഴിമാറുന്നു. അപ്പം ഇത് സൂക്ഷിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. നിലവിൽ ഗ്രാമോദയ ഭാരതത്തിൻ്റെ കാലിക പ്രസക്തി താങ്കൾ കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. ചില വ്യവസ്ഥകൾ മാറേണ്ടതുണ്ട്. ആ വ്യവസ്ഥകൾ മാറിയാലേ നമ്മുടെ ഗ്രാമോദയ ഭാരതത്തിൻ്റെ ആ എൻട്രി ഉണ്ടാകുള്ളൂ. ആ വ്യവസ്ഥകൾ മാറാൻ വേണ്ടിയാണ് നമ്മുടെ പ്രവർത്തനം. അപ്പം നമുക്ക് എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്, ഈ ഗ്രാമോദയ ഭാരതത്തിൻ്റെ എൻട്രി ഏത് ലെവലിലാണ്, ആ വ്യവസ്ഥകൾ ഏതൊക്കെയാണ്, ആ വ്യവസ്ഥകൾ നമ്മൾ പല വ്യവസ്ഥകൾ മാറേണ്ട ഒരു സന്ദർഭം താങ്കൾ സൂചിപ്പിച്ചു. ആ വ്യവസ്ഥകൾ തന്നെയാണ്. ഏത് വ്യവസ്ഥകൾ നമ്മൾ മാറ്റണം, ഗ്രാമോദയ ഭാരതത്തിൽ നിൽക്കുന്ന അവസ്ഥ എവിടെയാണ്, ഇനി മുന്നോട്ട് പോകുന്നത് ഏത് പഠിക്കുകയാണ്, ഇതൊന്നും ക്രോഡീകരിച്ചെന്ന് പറഞ്ഞാൽ ഗ്രാമോദയ ഭാരതത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഏത് വ്യവസ്ഥ നമ്മൾ മാറ്റേണ്ടത്, വ്യവസ്ഥ എന്താണ് ഇത്രയും പഠിക്കാൻ. സൂചിപ്പിച്ചത് വെച്ചിട്ട് കൃഷി എന്ന് പറയുന്നത് അവരവന് വേണ്ടുന്ന കാര്യങ്ങൾ വിശദമാക്കുന്ന ഒരു പ്രക്രിയയാണ്. പ്രകൃതിയും വിശ്വാസക്കാർക്കുമുണ്ട്. അവരുടെ അവരുടെ സ്ഥലങ്ങൾ അവരുടെ കുട്ടിയെടുത്ത് ജീവിക്കുന്നവർക്ക് അവിടെ വെച്ചുണ്ടാക്കുന്ന പരിപാടിയിലൂടെയാണ് കൃഷി എന്നുള്ള പരിപാടി തുടങ്ങുന്നത്. കൃഷി തുടങ്ങി കൃഷിയെ വികസിപ്പിച്ച് നദിയിൽ നടത്തി നാട് നന്നാക്കി നാട് വലുതാക്കി നാട് മാത്രമാക്കി പോയപ്പോഴും നാടില്ല. അവിടെ നമ്മൾ നട്ടുപിടിപ്പിച്ചതൊക്കെ പ്ലാവും മാവും ആയിരുന്നു. അവിടെ ഉണ്ടായിരുന്ന കോടാനുകോടി ജീവജാലങ്ങളെ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ പൂർവികന്മാർ നട്ടുപിടിപ്പിച്ചതെല്ലാം നമുക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കാനായിരുന്നു. മറ്റുള്ളവർക്ക് തിന്നാനുള്ളത് ഉണ്ടാക്കാനായിരുന്നു. മറ്റുള്ളവയെ നിലനിർത്തിക്കൊണ്ടായിരുന്നു. അത്തരമൊരു കാർഷിക വീക്ഷണം തന്നെ മുമ്പേ മാഡം പറഞ്ഞതുപോലെ നമ്മുടെ സന്തുലിതാവസ്ഥ, പ്രകൃതി സന്തുലിതാവസ്ഥ ഒന്ന് തിരുത്തി നമ്മുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയെ കൊണ്ടെത്തിച്ചു. ഇന്ന് നമുക്ക് തിന്നാൻ പ്ലാവും ചക്കയും മാങ്ങയും കിട്ടുമ്പോൾ ഇന്ന് നമുക്ക് ഇരിക്കാൻ എസ് റൂമുകൾ ആവശ്യമായി വന്നത് അവരന്ന് അതൊക്കെ ചെയ്തതുകൊണ്ടാണ്. അതങ്ങനെ ആയിരുന്നോ ചെയ്യേണ്ടിയിരുന്നത്, അങ്ങനെ തന്നെയായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് അപകടം തലയുടെ മുകളിൽ നിൽക്കുമ്പോഴേക്കും നമ്മൾ ആലോചിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൃഷി എന്നുള്ളത് നമ്മുടെ പ്രകൃതിയുടെ ഹനനത്തിൻ്റെ ആദ്യ പടിയായിട്ട് വന്നു കയറിയതാണ്. പരിസ്ഥിതി ശാസ്ത്രം എന്ന പേരിൽ നാം എടുത്തു തുടങ്ങിയ സംസാരിച്ചു തുടങ്ങിയ വിഷയം ഏറ്റവും ആദ്യം അഡ്രസ് ചെയ്യേണ്ടത് പരിസ്ഥിതിയെ തന്നെയാണ്. പക്ഷേ അവിടെ നിന്നുകൊണ്ട് വീക്ഷിക്കുമ്പോൾ നമ്മുടെ ഇന്നത്തെ സാമൂഹ്യ ഘടന ഇവയെല്ലാം എങ്ങനെ വിന്യസിക്കപ്പെട്ടിട്ടുണ്ട് എന്നുകൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ മുമ്പേ പറഞ്ഞു, മനസ്സിലെന്താണോ ഉണ്ടാവുന്നത് അതാണ് മുൻപിൽ വരിക. മനസ്സിലുള്ളത് സമൂഹം മുഴുവൻ വളരെ അബദ്ധജടിലമായ രീതിയിൽ യുക്തി
വീക്ഷിച്ചുകൊണ്ട് സമൂഹത്തെ കാണാൻ കഴിയുക. സമൂഹത്തിൻ്റെ നാച്ചുറൽ പാറ്റേൺ, സമൂഹം സ്വയം നിർദ്ധാരണം ചെയ്യുന്ന ഒരുപാട് വഴികൾ ഇവയെ അറിയാതെ കൈകാര്യം ചെയ്യാൻ പോയാണ് തിരിച്ചടിക്കും. കാലാകാലങ്ങളായിട്ട് ഇവിടെ സാമൂഹിക നവോത്ഥാന പ്രക്രിയകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഒരുപാട് പേര്, ബുദ്ധൻ, ജീസസ്, ഇതുപോലുള്ള നൂറുകണക്കിന് പേരുടെ നമുക്ക് ഇതിഹാസങ്ങൾ മുതൽ അടുത്ത കാലത്തുണ്ടായ ആളുകൾ വരെ ഒരുപാട് പേര് സാമൂഹ്യ നവോത്ഥാന പ്രക്രിയകൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് സമൂഹത്തിന് സ്വസ്ഥത കിട്ടിയോ, സ്വച്ഛത കിട്ടിയോ, സുസ്ഥിരത കിട്ടിയോ, ചൂടില്ലാതായ സമീപനത്തിൽ വേറെ ഒരു മാറ്റം ഉണ്ടാകേണ്ടതുണ്ട്. സമൂഹം മുൻപോട്ട് പോകുന്ന വഴിയിൽ പ്രക്ഷുബ്ധതകൾ ഉണ്ടാക്കിക്കൊണ്ട് അവയോട് ഫൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ എത്ര വലിയ പ്രതിരോധ പ്രവർത്തനം നടത്തിയാൽ ഇവിടെ മാറ്റങ്ങൾ ഉണ്ടാകില്ല. എന്ന് മാത്രമല്ല, ഇവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ ശക്തിവത്താവും, അവ സ്ഥാപനവൽക്കരിക്കും. ഗ്രാമോദ്യോഗത്തിന്റെ പ്രവർത്തനങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം, സമൂഹം, പ്രകൃതിയുടെ നിയമം, സമൂഹത്തിലെ അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന, നിങ്ങൾ നിൽക്കുന്ന, ഇരിക്കുന്ന, നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രക്രിയയും, നിങ്ങൾ ചിന്തിക്കുന്ന ഓരോ കാര്യവും, നിങ്ങൾ അനുഭവിക്കുന്ന, നിങ്ങൾ കേൾക്കുന്ന, കാണുന്ന എല്ലാം പ്രകൃതി നിയമങ്ങളെ ആധാരമാക്കി ആ നിയമങ്ങളെ പ്രകൃതിയുടെ രൂപത്തിൽ മുൻപോട്ട് വെച്ചാൽ, നിങ്ങളുടെ അച്ഛന്റെ രൂപത്തിൽ, അമ്മയുടെ രൂപത്തിൽ മുൻപോട്ട് വെച്ചാൽ, നിങ്ങളുടെ ശരീരത്തിന്റെ രൂപത്തിൽ മുൻപോട്ട് വെച്ചാൽ, നമ്മുടെ നിയമനിർമ്മാണ സഭ ഉണ്ടാക്കുന്ന രീതിയിൽ മുൻപോട്ട് വെച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ നിയമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. ഈ നിയമങ്ങൾ എന്ത് എന്നത് അറിയില്ല എങ്കിൽ അത് നിയമവിരുദ്ധം അല്ലെങ്കിൽ നിയമലംഘനമായിട്ടാണ് നമ്മുടെ നിയമലംഘനം. നിയമത്തെ അറിയില്ല എന്ന് വെച്ചാൽ അത് നിയമലംഘനത്തിന് സമമാണ്. വണ്ടി വളരെ വേഗത്തിൽ ഓടിച്ചു കഴിഞ്ഞാൽ, പരിധി വിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ പലയിടത്ത് തിരിച്ചു കഴിഞ്ഞാൽ ചത്തുപോകും. അത് അറിയാത്ത ഒരാൾ ഓടിച്ചാൽ കേൾക്കാവും. അതേപോലെ തന്നെ നിയമങ്ങൾ അറിയാതെ കൈകാര്യം ചെയ്താൽ അത് തിരിച്ചടിക്കും. അപ്പോൾ പ്രകൃതി ഈ സംവിധാനത്തെ, സാമൂഹിക സംവിധാനത്തെ, ഇവിടെയുള്ള ദാരിദ്ര്യത്തെ, ഇപ്പോൾ ചാരിറ്റി, ജീവകാരുടെ പ്രവർത്തനം ചെയ്യുന്നത് ചാരിറ്റിയെ, ഇവിടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ എങ്ങനെയാണ് മുമ്പോട്ട് എത്തിച്ചത്, അവിടെ എന്ത് വിഭാവനമായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. സൊമാലിയയിൽ ഒരുപാട് പേര് പട്ടിണി കിടക്കുന്നതും വരുന്നത് ദാരിദ്ര്യത്തിലാവുന്നതും ഒരിക്കലും നമ്മുടെ വിതരണം, ഇക്കോണമിക്കലായിട്ട് വിതരണ സംവിധാനത്തിന്റെ പ്രശ്നം കൊണ്ടല്ല, അതൊരു ജനതയുടെ മനോഭാവത്തിന്റെ പ്രശ്നം. ഈ ഒരു ബോധ്യം ഈ സാമൂഹ്യ പ്രവർത്തകരായിട്ടുള്ള ഗ്രാമോദ്യോഗത്തിന്റെ പ്രവർത്തകർ അടിച്ചു തുടങ്ങണം എന്നൊരു അപേക്ഷയാണ് എനിക്ക് വയ്ക്കുന്നത്. ഈ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഈ നിമിഷം കൊണ്ട് നിങ്ങളെല്ലാം ഇക്കാര്യത്തിൽ ബോധവാന്മാരായി അവസാനം നിങ്ങൾക്ക് വളരെ കൃത്യമായ അവബോധത്തോടുകൂടി നാളെ മുതൽ എല്ലാ കാര്യങ്ങളും മാറുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. ആ പ്രതീക്ഷ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് കൂട്ടായിട്ട് ജീവിക്കുന്ന ഒരു കമ്മ്യൂണിന്റെ ഭാഗമായിട്ട് ജീവിച്ച് ഇവിടെ ഒരു സാമൂഹിക സംവിധാനം, പുതിയ സംവിധാനം ഉണ്ടാക്കാൻ പ്രയത്നിച്ച് ആ കിരീടവും ചെങ്കോലും ഒക്കെ താഴെ വെച്ചിട്ട് 2 ആഴ്ച എനിക്ക് അതിൽപ്പെടുന്നുണ്ട്. അപ്പോൾ അത് നടക്കില്ല എന്നറിയാം. പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു യത്നം നടക്കും, ഒരു ശ്രമം നടക്കുമ്പോൾ അതിനുള്ള ആളുകൾക്ക് ഒരല്പമെങ്കിലും അതിനുവേണ്ടി ഒരു ചെറിയ ശ്രമം നടത്താൻ പറ്റിയ ഒരു മാറ്റത്തിന്റെ വഴി എന്ത് എന്ന് അന്വേഷിക്കാൻ ഒരു ശ്രമം നടത്തിയാൽ അത് നന്നാവുന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ടീച്ചർ പറഞ്ഞ ടീച്ചറുടെ കുട്ടികളെ കൈകാര്യം ചെയ്യുന്ന രീതിയെ കുറിച്ച് പറഞ്ഞതാണ്. നല്ല ടീച്ചർ ചെയ്യാൻ കഴിയുന്ന കുട്ടിയുടെ മനസ്സിലേക്ക് അതെത്തിക്കാൻ അധ്യാപനത്തിന്റെ വഴിയിലൂടെ, വിദ്യാഭ്യാസത്തിന്റെ സ്ട്രാറ്റജികളിലൂടെ അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ്. നല്ലൊരു ശ്രമം, അത് നല്ലൊരു ശ്രമമാണ്. കുഞ്ഞിനെ കൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിപ്പിക്കാൻ, ചെടികളുമായി വൈകാരികതയിലാവാൻ, സഹജീവികളുമായിട്ട് ഇടപഴകാൻ ഉള്ള ബോധ്യം, അതിനുള്ള ത്വര, അതിൻ്റെ ഒരു എക്സസൈസ്, അതിൻ്റെ ഒരു ആചരണം, അനുഷ്ഠാനം ഇവയെല്ലാം സൃഷ്ടിക്കാൻ ഒരു ടീച്ചർക്ക് അവരുടെ ഫ്രെയിമിൽ നിന്ന് ചെയ്യാൻ പറ്റും. അത് അപ്രീഷിയേറ്റബിളാണ്. ഇതുപോലുള്ള കാര്യങ്ങളിലൂടെ അത്തരം പ്രാക്ടീസുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിഞ്ഞാൽ അത് അവനവൻ്റെ ജീവിതത്തിൽ തലച്ചാൽ, അവനവൻ്റെ തലയ്ക്കകത്ത് തലച്ചാൽ, അവനവൻ്റെ തലയെ പ്രബോധ മനസ്സിൽ റീറേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഇത് നന്നാവും. എൻ്റെ ഈ പറച്ചിൽ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒരുപാട് അതുപോലെ ഇതുപോലെ
മുൻപോട്ട് പോകാനാണെങ്കിൽ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് ഒരു വലിയ യാത്രയാണ്. DP കോളേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ വളരെ ഡീപ്പായിട്ട് ഒരു അരമണിക്കൂർ എക്സസൈസ് കൊണ്ട് തീർക്കാൻ കഴിയില്ല. സൂചനകൾ തീർന്നു. ഇത് തിരിച്ചാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ വിഷമത്തിൽ മാത്രമേ കാര്യമുള്ളൂ. ഇതായാലും സന്തോഷം. എല്ലാം ശ്രമിക്കാറുണ്ട്.